ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നീനു. ഞാൻ കോതമംഗലം സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ലിനോ. ഞങ്ങളുടെ കുഞ്ഞ് എഡ്വിൻ 1.5 വയസ്സായി. ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ടത് ഒത്തിരി വീഡിയോസിലൂടെയും പിന്നെ എൻ്റെ കസിൻസൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുമായിരുന്നു. അതിലൂടെയാണ് ഞാൻ കൃപാസനത്തിനെക്കുറിച്ചും ഇവിടുത്തെ മാതാവിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ തുടങ്ങിയത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ 9, 2023 ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിരുന്നു. കുഞ്ഞുങ്ങളും ആയില്ലായിരുന്നു. ഡോക്ടറെ കണ്ടു, റിപ്പോർട്ടുകളെല്ലാം നോക്കി എല്ലാം നോർമലാണെന്ന് പറഞ്ഞു. പക്ഷേ കുഞ്ഞുങ്ങളാവാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ലാപ്പറോസ്കോപ്പി ചെയ്ത് നോക്കാം, ട്യൂബിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളതിന് സെപ്റ്റംബർ 9 ഡേറ്റ് എടുത്തു. പക്ഷെ തലേ ദിവസം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അത് ചെയ്യണ്ട, കൃപാസനത്തിലേക്ക് അന്ന് വരാമെന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും ഞങ്ങൾ 2 പേരും രാവിലെയും വൈകുന്നേരവും ഇവിടുത്തെ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോകുമായിരുന്നു, കുമ്പസാരിക്കുമായിരുന്നു. ഉടമ്പടി കാശിരൂപവും തൈലവും ഞാൻ എല്ലാ ദിവസവും വയറ്റിൽ പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നെ നൽകണേന്ന്. അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും കേൾക്കുമായിരുന്നു. അതിൽ പറയുമായിരുന്നു ഒക്ടോബറിൽ ജപമാല റാലിനെക്കുറിച്ച്. എനിക്ക് അതിനകത്ത് വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒക്ടോബറിൽ ഞങ്ങൾ ജപമാല റാലിയിൽ വന്നു. ഞാൻ ഈ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഞങ്ങൾ 2 പേരും ജപമാല ചൊല്ലി റാലിയിൽ പങ്കെടുത്തു. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഒക്ടോബർ നവംബറിൽ ദൈവമേ എനിക്ക് ഒരു സമ്മാനമായിട്ട് നീ ഈ ഒരു അനുഗ്രഹത്തെ തരണമെന്ന്. കാരണം ഒക്ടോബറിൽ എൻ്റെ ബർത്ത്ഡേയും നവംബറിൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്ന് നവംബർ വെഡ്ഡിങ് ആനിവേഴ്സറി ദിനത്തിൽ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മളിന്ന് 2 പേരല്ല, നമ്മളിന്ന് 3 പേരാണ്. അത്രയ്ക്ക് വിശ്വാസം എനിക്ക് മാതാവിലുണ്ടായിരുന്നു. ഈ മാസം എനിക്ക് എന്തായാലും മാതാവ് ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെയ്തു. നവംബർ 20 ആയപ്പോൾ അതിൽ 2 ലൈൻ കണ്ടു. ഞാൻ ഒത്തിരി സന്തോഷിച്ചു. എനിക്ക് ആ മാസം തന്നെ മാതാവ് പ്രഗ്നൻസ് ആയി എന്നുള്ളൊരു വിവരം എനിക്ക് തന്നു. അത് ഞാൻ ഒത്തിരിയേറെ മാതാവിനോട് നന്ദി പറയുന്നു. എല്ലാ ദിവസവും ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കായിരുന്നു. ഉടമ്പടി തൈലവും കാശിരൂപവും എടുത്ത് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ബൈബിൾ കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്ത് ബൈബിൾ വചനങ്ങൾ എഴുതുമായിരുന്നു, അധ്യായങ്ങൾ എഴുതുമായിരുന്നു. ഞാൻ ദൈവത്തോട് കൂടുതൽ ആ സമയങ്ങളിൽ അടുത്തായിരുന്നു. എനിക്ക് മാതാവ് അതിനുള്ള വലിയൊരു അനുഗ്രഹം തന്നു. 4-ാം മാസം സ്റ്റാർട്ടിങ് ആയപ്പം എനിക്ക് ബ്ലീഡിങ്ങും ക്ലോട്ടും പോലെ വന്നു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അങ്ങ് തന്നത് അങ്ങ് തന്നെ തിരിച്ചെടുക്കുകയാണോ എന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. റിപ്പോർട്ടുകളൊന്നും എല്ലാം നോർമലായിരുന്നു. മാതാവ് ജൂലൈ 16 ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. ഞാൻ ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യായിരുന്നു. അച്ഛൻ്റെ ധ്യാനം കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമായിരുന്നു. എനിക്ക് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈ അവസരത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. സങ്കീർത്തനം 37:5 നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. നീനു എന്ന ഈ മകളും ജീവിത പങ്കാളിയും കുഞ്ഞിനോടൊപ്പം പരിശുദ്ധ അമ്മ വഴി ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഗ്രഹത്തെ സന്തോഷത്തോടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. വിവാഹശേഷം 3 വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതികൾ ബന്ധുക്കളിൽ പലർക്കും ലഭിച്ച ഉടമ്പടി ജീവിതാനുഭവങ്ങളെ സന്തോഷത്തോടെ കണ്ടുകൊണ്ടാണ് അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത നാൾ മുതൽ ഉടമ്പടി ജീവിതം ശ്രദ്ധയോടും സന്തോഷത്തോടും വിശ്വാസത്തോടും നയിക്കുവാൻ 2 പേരും ശ്രദ്ധിച്ചുവെന്ന് വാക്കുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. മകളെ ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശടയാളം വരച്ച് അമ്മ മാതാവിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് എന്ത് തടസ്സമുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും പൂർണ്ണമായി അത് പരിഹരിച്ച് ആരോഗ്യമുള്ള കുഞ്ഞിനെ ഉദരത്തിൽ ഉരുവാക്കണമെന്ന് ഈശോയുടെ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചതാണ് സാക്ഷ്യപ്പെടുത്തിയത്. മകളതിനെ ചേർത്ത് പറയുന്നുണ്ട്. ഒക്ടോബർ മാസം അവരുടെ ജന്മദിനവും നവംബർ മാസം അവരുടെ വിവാഹ വാർഷികവുമാണ്. അതുകൊണ്ട് തന്നെ മാതാവിനോട് ഒക്ടോബറിൻ്റെ അഖണ്ഡ ജപമാല റാലിക്ക് 2 പേരും കൂടി ഈ നിയോഗം വെച്ച് പൂർണ്ണമായി പങ്കുചേരുമ്പോൾ മനസ്സിൽ ചേർത്ത് വെച്ചൊരു പ്രാർത്ഥനയാണ് ഈ വിവാഹ വാർഷികത്തിൻ്റെ ഗിഫ്റ്റായിട്ട് അമ്മ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകി സഹായിക്കണമെന്ന്.
ഒന്ന് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. 2 വിശ്വസിക്കുന്നത് ലഭിക്കുമെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുവാൻ നമുക്ക് തയ്യാറുണ്ടാവണം. മകൾ അതിൻ്റെ ഒരു ധൈര്യമാണ് നവംബർ 8-ാം തീയതി ജീവിത പങ്കാളിയോട് പറയുന്നത് നമ്മൾ 2 പേരല്ല 3 പേരാണെന്ന്. കാരണം അന്ന് പ്രഗ്നൻസിയുടെ യാതൊരു ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഉദരത്തിൽ കുഞ്ഞുണ്ടോ എന്നറിയത്തില്ല. എങ്കിലും ആ വിവാഹ വാർഷികത്തിൽ ജീവിത പങ്കാളിയോട് ഉറപ്പിച്ച് പറയുന്നുണ്ട്, നമ്മൾ ഇപ്പോൾ ഇനി 2 പേരല്ല 3 പേരാണ്. എന്നിട്ട് ശരണപ്പെട്ട വിശ്വാസത്തോടു കൂടി ഞങ്ങൾ പ്രാർത്ഥന തുടരുകയും ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞ് പരിശോധിച്ചിട്ട് അത് കൺഫേം ചെയ്തെടുക്കുകയും ചെയ്യുന്നു. അമ്മ മാതാവിൻ്റെ സഹായത്താൽ, ഈശോയുടെ അനുഗ്രഹത്താൽ ഉദരത്തിലൊരു കുഞ്ഞ് ഉരുവായി എന്ന. പ്രിയമുള്ളവരെ, വിശ്വാസം അത് വാക്കുകൊണ്ട് മാത്രം പറയുന്നതല്ല, അനുഭവങ്ങളിലൂടെ ദൈവത്തിൽ നിരന്തരം ഉറപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ദൈവം അനുവദിച്ചു തരുമെന്ന പൂർണ്ണമായ ബോധ്യത്തിലും ഉറപ്പിലും ജീവിതത്തെ സമർപ്പിക്കുവാൻ നമുക്കെപ്പോഴും സാധിക്കണം. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന് വരുന്നൊരു പോരായ്മ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ സംശയിച്ച് കിട്ടുമോ എന്ന് നാം ഇങ്ങനെ പലതവണ ചോദിച്ചുകൊണ്ടിരിക്കും. സംശയം പൂർണ്ണമായി തീരുമ്പോഴാണ് വിശ്വാസം ഉറച്ച് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് നിലയില്ലാ കയത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴുമ്പോൾ പിന്നെ നമുക്ക് സംശയമുണ്ടാവില്ല, പ്രാർത്ഥനയും വിശ്വാസവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമുക്കിനി മറ്റൊരു വഴിയൊന്നുമില്ല, എല്ലാം അടഞ്ഞുവെന്ന് നാം ഉറപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ പൂർണ്ണമായി ശരണപ്പെട്ട് ദൈവം മാത്രം എനിക്ക് ശക്തിയായിട്ടുള്ളവൻ, ദൈവത്തിന് മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടത് തരുവാൻ കെൽപ്പുള്ളവൻ എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിച്ചു തുടങ്ങും. ആ ഒരു ജീവൻ കൊടുക്കുന്ന, ജീവശ്വാസം കൊടുക്കുന്ന വിശ്വാസത്തിൻ്റെ ബലമാണ് നമുക്കത് അനുഗ്രഹത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഈ മക്കളുടെ ഉടമ്പടി ജീവിതത്തിൽ അവർ ഉടമ്പടി എടുത്ത കാലം മുതൽ അമ്മ മാതാവിനോടും ഈശോയോടും ഉടമ്പടി ജീവിതം നയിച്ചു മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ വിശ്വാസം എന്ത് പ്രാർത്ഥിച്ചോ അത് ഹൃദയത്തോട് ചേർത്ത് ഉറപ്പിക്കുന്നതിന് നിരന്തരം ശ്രദ്ധിക്കുകയും ചെയ്തു. ഈ കുടുംബത്തിന് ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി അമ്മ മാതാവും ഈശോയും അനുഗ്രഹിച്ചതിന് നമുക്ക് കരകലടിച്ച് ദൈവത്തിന് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.